പുതിയ മൂവീസോ വരുന്ന അല്ലെങ്കിൽ ഓൺഗോയിങ് പ്രോജക്ട്സ് ഏതൊക്കെയാണ്? മൂവീസ് ഇനിയിപ്പോൾ റീസെൻറ്റ് റിലീസ് വരുന്നത് കൗബോയ് എന്ന് പറഞ്ഞൊരു ഫിലിമാണ്. പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ റെഡ് വൈൻ എന്ന് പറഞ്ഞിട്ട് സലാം പാലപ്പെട്ടി. അത് ഇറ്റ്സ് എ ബിഗ് ഫിലിം ആക്ച്വലി. ലാലേട്ടൻ, മോഹൻലാൽ സാറുണ്ട്, ഫഹദ് ഫാസിൽ ഉണ്ട്, പിന്നെ ഞാൻ, പിന്നെ മീര നന്ദൻ, അങ്ങനെ ഒരു വലിയ ഒരു ശരിക്കും അതൊരു സസ്പെൻസ് ത്രില്ലർ കൈൻഡ് ഓഫ് മൂവിയാണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ. പക്ഷെ ഭയങ്കര രസത്തിൽ നമ്മൾ ഷൂട്ട് ചെയ്ത ഒരു മൂവി. ഷൂട്ടിംഗ് കഴിഞ്ഞു? അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞു. അത് ആ സിനിമയുടെ ഒരു പ്രത്യേകത വെച്ചാൽ എനിക്ക് ഷൂട്ടിൻ്റെ മുഴുവൻ നൈറ്റ് സീൻസ് ആണ്. നമ്മൾ വൈകുന്നേരം ഒരു 5 മണിക്കൊക്കെ പോയി അസംബിളായി നമ്മളൊരു 7 മണിക്ക് ഷൂട്ട് തുടങ്ങിയാൽ പിറ്റേ ദിവസം വെളുപ്പിന് 7 മണി വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്യും. അതോടുകൂടി ഞാനൊരു 16 ദിവസം ഞങ്ങൾ കണ്ടിന്യൂസ് ബാക്ക് ടു ബാക്ക് നൈറ്റ് ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്കാണ്ട് ഇപ്പോൾ അമേരിക്കൻ ടൈം ശരിക്കും ഞാൻ അങ്ങനെയാണ് ചെയ്യുക. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ പയ്യെ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ അടുത്ത് അപ്പോൾ പിരിയല്ലേ ഉറങ്ങാല്ലേ പറയും. ഇപ്പോഴോ ഞാൻ അത്ര പിന്നെ ഞാൻ ഫ്ലാറ്റിൽ പോയി ഒരു സിനിമയും കൂടെ കണ്ടിട്ടേ കിടക്കുള്ളൂ. പിന്നെ ഇപ്പോൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ലാലേട്ടൻ്റെ മോൻ ജീൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന മൂവിയാണ്. അത് വന്നിട്ട് ഹണി ബി എന്നാണ് ആ ഫിലിമിൻ്റെ പേര്. യു ഹാവ് എനി ഡ്രീം ക്യാരക്ടർ? ഒരു ഡ്രീം ക്യാരക്ടർ എന്ന് പറയാനായിട്ട് എന്തെങ്കിലും മനസ്സിലുണ്ടോ? ഡ്രീം ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സോഫാർ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു 15th മൂവി, ഒരു 16th മൂവിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും കുറേ ചെയ്യാനുള്ളതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. എന്നാലും ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് പെർഫോമൻസ് ഓറിയൻറ്റഡ് സിനിമകളാണ് എനിക്ക് താല്പര്യം. മലയാള സിനിമയിൽ ഞാൻ ഡോൺ ആണെന്ന് പറഞ്ഞ ഒരു സിനിമാ നടനെ ഉണ്ടാകത്തില്ല, അത് ആസിഫലിയാണ്. അപ്പോൾ ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒത്തിരി 2-3 പിന്നെയും വന്നു, നല്ല സിനിമകൾ വന്നു. what do you think? I mean, the last ഇറങ്ങിയ I Love Me, അതിൻ്റെയൊക്കെ എങ്ങനെയാണ്? what do you think about that movie and the movies which we have done and which is going to... ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില സിനിമകൾ ഞാൻ പേരെടുത്ത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, എന്നാലും ചില സിനിമകൾ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇഷ്ടമുള്ള ആൾ, നമ്മളിപ്പോൾ സിനിമ ഇഷ്ടമുള്ള ആളുകൾ ഇപ്പം ഞാനുള്ള ഒരു സിനിമയാണെന്ന് പറയുമ്പോൾ ഇവർ വളരെ ആഗ്രഹത്തോട് പോയി കാണുകയും അപ്പോൾ ഇവർ ഒരു തരത്തിലും ഇത് സാറ്റിസ്ഫൈഡ് ആക്കുകയും ചെയ്യാതെ വരുമ്പോൾ അത് ആക്ടറിനൊരു അപ്പോൾ അങ്ങനെ ഉള്ള സിനിമകൾ ഇനി സംഭവിക്കാതിരിക്കണം എന്നുള്ളത് ഞാൻ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതപ്പോൾ ഞാൻ ഇങ്ങനൊരു അവസരത്തിൽ ഇപ്പോൾ അങ്ങനെ ആരെങ്കിലും ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ക്ഷമ ചോദിക്കുകയാണ്. ആസിഫ് അലി ഒരു ആക്ടർ അല്ലായിരുന്നെങ്കിൽ ആസിഫ് അലി എന്താകുമായിരുന്നു? അല്ല, ഞാൻ ആക്ടർ അല്ലായിരുന്നെങ്കിൽ ഞാൻ എന്താവും എന്ന് ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഞാൻ BMW ചുരം കയറിയത് എല്ലാവർക്കും അറിയുള്ളൂ. ഞാൻ ബസ്സിൽ കയറി നടന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടിട്ടുള്ളവർക്കറിയാം. ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ എൻ്റെ വീട്ടിൽ പറയാതാണ് ചെയ്യുന്നത്. ഞാൻ വരുന്ന ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലി എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫാമിലി സെറ്റപ്പിൽ, അല്ലെങ്കിൽ എൻ്റെ ഫാദർ ഒരു പൊളിറ്റീഷ്യനാണ്, ഒരു ബിസിനസ് മാനാണ്. അപ്പോൾ ഒരിക്കലും സിനിമ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി അല്ല എൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ നിന്ന് സിനിമയിലേക്ക് വരണം, സിനിമ ചെയ്യണം എന്ന് എങ്ങനെയോ എൻ്റെ മനസ്സിലൊരു ഭയങ്കരമായിട്ടൊരു പാഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അക്കംപ്ലിഷ് ചെയ്തു എന്ന് പറയുന്നത് അത് ശരിക്കും എൻ്റെ ഒരു വാശി തന്നെയായിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്ലാൻ ബി ഞാൻ ഒരിക്കലും മനസ്സിൽ വെച്ചിട്ടില്ല. ഞാൻ ആക്ടർ ആകും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആസിഫ് അലി എന്നൊരാൾ ആക്ടർ ആവുന്നതിന് മുമ്പ് ചാനലിലൂടെയാണ് കയറി വന്നത്. ഞങ്ങളെല്ലാവരും ഇപ്പം വി ഓൾ ആർ ലുക്കിംഗ് ഫോർ, വി ഓൾ ട്രീറ്റ് യു ലൈക്ക് ഒരു, ഇപ്പം നിങ്ങളൊക്കെ ഇപ്പം ഞങ്ങളെല്ലാവരും മോഹൻലാൽ സാറിനെയോ അല്ലെങ്കിൽ മമ്മൂട്ടിക്കാരെയോ കാണുന്ന പോലെ ഞങ്ങൾ ആസിഫിനെയോ കാണുന്നത്. കാരണം ചാനലിലൂടെ ഇറ്റ്സ് എ ഫാക്ട്, ബിക്കോസ് ചാനലിലൂടെ വന്ന് ഒരു ഫോർവേഡ്, യു ആർ ഗോയിങ് ഫോർവേഡ് ആസ് എൻ ആക്ടർ. ദാറ്റ്സ് എ ഗുഡ് തിങ്. And all the best for new movies. ഇതിനൊരു മന്ത്ര ഉണ്ട് ആക്ച്വലി. എനിക്കിപ്പോൾ ഞാൻ ഒരുപാട് പേരായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ സിനിമയിലേക്ക് വരും എന്ന്. അല്ല, ഇപ്പം ഞാൻ വന്നത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സിനിമയായിട്ട് ഒരു ബന്ധമില്ല. ആകെ സിനിമ തിയേറ്ററിൽ കാണുന്നു എന്നുള്ളൊരു ബന്ധം മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. പക്ഷേ സിനിമയിൽ വരണം അല്ലെങ്കിൽ ഒരു ആക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് 100% സിൻസിയറായിട്ട് ആഗ്രഹിക്കുക, മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും വിശ്വസിക്കുക നമ്മൾ സിനിമയിൽ വരുമെന്ന്. നമ്മളുടെ അടുത്ത് ഒരിക്കലും ആരും പറയില്ല മച്ചാനെ നിന്നെ കണ്ടറിയ സിനിമ, ആരും പറയില്ല. അത് നമ്മൾ വിശ്വസിക്കുക, ഞാൻ സിനിമയിൽ പോവും, ഞാൻ ഒരു ആക്ടറാവും, ഞാനൊരു സൂപ്പർ സ്റ്റാർ ആവും, നമ്മൾ വിശ്വസിക്കുക. അത് വിശ്വസിച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. വേറെ ഒന്നുമില്ല. ആര് എന്ത് പറഞ്ഞാലും ഓക്കെ. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും മച്ചാനെ ഒരു സിനിമയിൽ ഒരു പരിചയം പോലും ഇല്ലാണ്ട് നീ എങ്ങനെ സിനിമയിൽ എത്തുന്നു എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ ആദ്യമായിട്ട് അങ്ങനെ സിനിമയിലെത്തുന്ന ആൾ ഞാനായിരിക്കും. ജസ്റ്റ് പോസിറ്റീവായിട്ട് ആലോചിക്കുക. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു തരത്തിലുള്ള ഒരു കൺസ്ട്രെയിൻസ് ഒന്നുമില്ല. ഇപ്പോൾ ഒരു സ്റ്റാറിനെ വെച്ച സിനിമയുള്ളൂ എന്ന് ആർക്കും ആശയില്ല. ഇപ്പോൾ ആഷിഖ് കപൂറിൻ്റെ ഒക്കെ സിനിമകൾ കണ്ടിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. So youngsters, please watch it. Be committed.
work hard towards what you want. ഫസ്റ്റ് കാർ അല്ലെങ്കിൽ ഫസ്റ്റ് വെഹിക്കിൾ ആസിഫിൻ്റെ ഏതായിരുന്നു? ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ആക്സെൻ്റ് ആണ്. ആക്സെൻ്റ് CRD ഇറങ്ങിയപ്പോൾ അതാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. കാരണം അന്ന് വീട്ടിലെടുത്ത വണ്ടി, പിന്നെ ബൈക്കിൽ കയറാൻ ചെറുപ്പം മുതൽ വീട്ടുകാർ സമ്മതിക്കില്ലായിരുന്നു, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയ വണ്ടി അതാണ്. ഞാൻ കോളേജിലൊക്കെ കൊണ്ടുപോയ വണ്ടി. ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്നത് ജീപ്പിലാണ്. ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ വീട്ടിൽ ഒരു അംബാസഡർ ഒരു ജീപ്പാണ്. അപ്പോൾ അതിൽ തെളിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഏതിലെയും വണ്ടി ഓടിക്കുന്നത്, എങ്ങനെയും വണ്ടി ഓടിക്കുക. ഫസ്റ്റ് കാറിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ആസിഫ്? KL38 5005. നോട്ട് ദാറ്റ്, നോട്ട് ദിസ് വൺ. ഫസ്റ്റ് കാർ നമ്മൾ ഓടിക്കാൻ പഠിച്ച കാറിൽ അത് ഒരു KL9 വണ്ടിയാണ്. ഞാൻ ആദ്യമായിട്ട് കൊണ്ടുപോയ അംബാസഡർ. പക്ഷെ ഞാൻ ഓടിക്കാൻ പഠിച്ചത് ഒരു KLV അല്ലല്ല, അംബാസഡർ. ജീപ്പിന്റെ ഒരു KLV സംതിങ് നമ്പർ. at least you remember, because most of the people നമ്മൾ വേറെ ഒന്നുമായിട്ടല്ല, അവരൊന്നും നമ്മൾ ഫസ്റ്റ് ഉപയോഗിച്ച കാരണം നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ നമ്പർ അല്ല നമ്മുടെ പ്രശ്നം. ഇപ്പം നമുക്ക് ഓക്കെ 5005 അല്ലെങ്കിൽ ഇതിന് വേറൊരു കോമഡി എന്ന് പറഞ്ഞാലേ, നമ്മൾ ഈ പറഞ്ഞ പോലെ സിനിമ എന്ന് പറഞ്ഞ് നടന്ന ടൈമിൽ എല്ലാ സ്റ്റാർസിൻ്റെയും വണ്ടി നമ്പർ, ഇപ്പോൾ മമ്മൂക്കയുടെ 369 എന്ന് പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് അവരുടെ ഫേവറേറ്റ് നമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ ദിലീപേട്ടന് നമ്പർ, ചാക്കോച്ചൻ്റെ നമ്പർ, ഇവർക്കൊക്കെ സ്ഥിരം നമ്പേഴ്സ് കുറച്ചുണ്ട്. അപ്പോൾ ഈ നമ്പറൊക്കെ ഞങ്ങൾ കാണാതെ പഠിച്ചിട്ട് പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പൃഥ്വിക്ക് ഒരു 5555 വണ്ടി ഉണ്ടായിരുന്നു, ഒരു ഇന്നോവ. അത് മല്ലികണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നത്, ഐ എം നോട്ട് ഷുവർ. അപ്പോൾ അന്ന് ഈ വണ്ടി നമ്മൾ ദിവസം ട്രിവാൻഡ്രത്ത് പൃഥ്വിയെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എവിടെയൊക്കെ വെച്ച് ഈ വണ്ടി കാണുമ്പോൾ അന്ന് നമ്മൾ ചേസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ആക്ടേഴ്സിൻ്റെ നമ്പർ ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട്.